ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഞാനൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയ വീഡിയോ ആണ്. ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ഉത്സവമാണ് കേട്ടോ അത്. പോലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊടിയേറ്റ മഹോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു വഴി അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴേക്ക് വരവ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു വരവ് കാണാനായിട്ട്. കുട്ടികൾ ഫുള്ള് വേഷമൊക്കെ കെട്ടിയിട്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശിവനും ശിവൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പണ്ട് ശ്രീകൃഷ്ണജയന്തിക്ക് വേഷം കിട്ടി പോയതാട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ നടക്കിലെത്തിയപ്പോൾ ചെണ്ടക്കാർ കുറേ നേരം അവിടെ നിന്ന് കൊട്ടീനു കേട്ടോ. എൻ്റെ അമ്മ പറയുന്ന മാതിരി ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തൊക്കെ അച്ഛൻ പണ്ടേ കൊണ്ടുപോകുന്നോണ്ടാണോ എന്നറിയില്ല, ഇത് കേട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെണ്ടക്കൊട്ടും വരവൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിന് നേരെ ബാക്കിലായിട്ടാണ് കേട്ടോ സ്റ്റേജ് ഉള്ളത്. സാധാരണ അവിടെ സീറ്റ് ഉണ്ടാവില്ല, അന്ന് എന്തോ ഭാഗ്യത്തിന് അവിടെ സീറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ 2 ദിവസം മുമ്പേ ഞാനിവിടെ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ചെറിയ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. കുട്ടികൾ ചെറുതാണെങ്കിലും ഒരു കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കമ്പയർ ചെയ്യുന്നത് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ കളിച്ച ഡാൻസ് പോയിട്ടാട്ടോ. ഈ ഒരു ഡാൻസിന് ശേഷം 2 കുട്ടികൾ ചേർന്നിട്ട് അവിടെ ഒരു കപ്പിൾ ഡാൻസ് കളിച്ചിനെ. ചെറിയ കുട്ടികളല്ലേ ഇവളെ കളിക്കുന്നത് കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഫോണൊക്കെ മടക്കി വെറുതെ ഇരുന്ന് കാണാതെ വെച്ചിട്ട് കണ്ടിട്ടോ. പക്ഷേ ഓലിൻ്റെ ആ ധാരണേനെ തെറ്റിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ആ ഡാൻസ് കളിച്ചത്. ആ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഓഡിയൻസിൽ ഒരാൾ പോലും കൈയടിക്കാണ്ട് നിന്നില്ല കേട്ടോ. അത്രയും രസമുണ്ടായിരുന്നു കേട്ടോ ആ കപ്പിൾ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡാൻസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലേക്കാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്ര വാശി പിടിച്ച് തരണുണ്ടാവില്ലേ. ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റു ഫീലാണ്. ഏത് ഉത്സവ സ്ഥലത്ത് പോയാലും ഞാൻ വാങ്ങുന്നൊരു സാധനം കേട്ടോ ഈ കണ്ണ്. എനിക്ക് 2 അനിയന്മാരായതുകൊണ്ട് ഞങ്ങൾ 3 ഇത് വാങ്ങിയിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് കളിക്കണം കേട്ടോ. അതൊക്കെ ഒരു കാലമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഗെയിംസൊക്കെ കളിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ 50 രൂപ കൊടുത്താൽ നമുക്ക് 5 ബോൾ കിട്ടും. ഇത് താഴേക്ക് ഇതേമാതിരി ഉരുട്ടിയിട്ടിട്ട് ആ കിട്ടുന്ന നമ്പേഴ്സ് കൂട്ടിയിട്ട് 16 മുകളിലാണെങ്കിൽ നമുക്ക് അവിടുന്ന് ആ നമ്പർ എഴുതി വെച്ച ഗിഫ്റ്റ് എടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഗെയിം. ഞങ്ങൾക്ക് എന്തായാലും 50 രൂപ കൊടുത്തിട്ട് 25 രൂപേൻ്റെ ചെറിയൊരു പാത്രം കിട്ടീന് കേട്ടോ. അടുത്ത ഗെയിം നമുക്ക് 50 രൂപ കൊടുത്താൽ 6 റിങ് കിട്ടും. അത് എറിഞ്ഞ് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ റൗണ്ടിൽ കറക്റ്റായിട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് ആ സാധനം എടുക്കാം. അതേനും എനിക്ക് പിന്നെ ഉന്നല്ലാത്തതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നിക്കില്ല. അടുത്തുള്ളവരൊക്കെ നിന്ന് എറിയുന്നുണ്ടേനു, പക്ഷെ ഒന്നിലും പോയി വീണില്ല കേട്ടോ. ഞങ്ങൾ പോയ ടൈമിൽ അവിടെ ആരും ഇല്ലേനു കേട്ടോ. പക്ഷേ ഞങ്ങൾ എറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തലങ്ങുന്നും വിലങ്ങുന്നും ആൾക്കാർ വന്ന് എറിയാൻ തുടങ്ങി. ഈ ഒരു ഗെയിമില്ല, അത്യാവശ്യം ഉന്നുള്ളവർക്ക് കിട്ടുന്ന ഗെയിമാട്ടോ. മറ്റേ ബോൾ എറിയുന്ന ഗെയിം അത്യാവശ്യം എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ്, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചിട്ട് വേഗം ബജ്ജിക്കടയിൽ ബജ്ജി കഴിക്കാനായിട്ട് പോയിട്ടോ. നല്ല രസമില്ല ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ട് കാണാൻ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കുപ്പിവെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലത്തെ ഒരു കടയിൽ കയറിട്ടോ. അവിടെ നിന്ന് കുറച്ച് കുപ്പിവെള്ളമൊക്കെ വാങ്ങി തിരിഞ്ഞപ്പോഴാണ് ഇതാ പഴയകാല മിഠായികൾ കിട്ടുന്നൊരു കട കണ്ടത്. അവിടെ നിന്ന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഫോർ കുട്ടി വീഡിയോസ്.